സോറി ചേച്ചി. എന്തിന്? ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തു പറ്റിയെന്ന് എനിക്കറിയില്ല. അയാൾ അങ്ങനെ പറഞ്ഞതും ഉള്ളിന്നൊരു എന്താ അതിനെ പറയാ, ഒരു നിമിഷത്തേക്ക് ശരിക്കും ഞാനല്ലാതായതുപോലെ തോന്നി. നമ്മളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു അപവാദം പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? ആ ഒരു അവസ്ഥയിലായിരുന്നു എന്റെ മനസ്സ്. അങ്ങനെയാ ഞാനത് ചെയ്ത്. സാരല്ല, പോട്ടെ. മനഃപൂർവ്വമല്ലല്ലോ. അയാൾക്ക് എന്നോട് ദേഷ്യം തോന്നിക്കാണും അല്ലേ ചേച്ചി? അയാൾ എന്നെ പകയോടെ നോക്കുന്നുണ്ടായിരുന്നു. അയാൾ ഉപദ്രവിക്കോ ചേച്ചി? ഉപദ്രവിക്കാതെ ഞാൻ നോക്കിയാ പോരെ? അപ്പോ ഉപദ്രവിക്കുമല്ലേ? എന്തും ചെയ്യാൻ മടിയില്ലാത്തവനവൻ. ഒരിക്കൽ പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. ചാർജ് ചെയ്യപ്പെട്ട കുറ്റം എന്താണെന്നറിയോ? കൊലപാതകം. അപ്പോ അയാള് തന്നെ ആയിരിക്കോ നിത്യയുടെ മരണത്തിന് പിന്നില്? ആണെന്ന് പറയാൻ നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ല. പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അതവൻ തന്നെ ആയിരിക്കുന്നു. അല്ലാതെ വേറെ ആരും ഇങ്ങനെ ചെയ്യില്ല. അതെനിക്ക് തെളിയിക്കണം. പക്ഷെ അത്ര എളുപ്പമൊന്നുമല്ലത്. എനിക്കെന്തോ ഒരു വല്ലായ്മ പോലെ തോന്നുന്നു. ഞാൻ ഈ വീട്ടിലെ ഒരു അംഗമൊന്നും അല്ലല്ലോ. എന്നിട്ടും ഞാൻ അയാളെ തല്ലി. അത് വേണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. സംഭവിച്ചു പോയില്ലേ? ഇനിയിപ്പോ അതിനെപ്പറ്റി ഓർക്കുന്ന എന്തിനാ? ഈ വീട്ടിലെ അംഗമല്ല എന്നുള്ള കുറ്റബോധമൊന്നും വേണ്ട. പ്രിയെ ഞങ്ങളാരും അന്യായിട്ട് കാണുന്നില്ല. അങ്ങനെ കാണുന്നുണ്ടായിരുന്നെങ്കിൽ അമ്മ പ്രിയെ ഗുണദോഷിച്ചേന്. വഴക്കെങ്കിലും ഒന്ന് പറഞ്ഞേന്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിനർത്ഥം പ്രിയെ അവര് പുറത്തുനിന്ന് വന്ന ഒരാളായിട്ട് കാണുന്നില്ല എന്ന് തന്നെയാ. മാത്രല്ല തല്ലണമെന്ന് വിചാരിച്ച ചെയ്തല്ലോ. ആ സമയത്തുണ്ടായ ഒരാവേശം, അതല്ലേ കാരണം. ആ ആവേശം ഉണ്ടാക്കിയത് നിത്യല്ലെന്ന് ആരറിഞ്ഞു? അതുകൊണ്ട് ഇനി അതിനെ പറ്റിയൊന്നും ചിന്തിക്കണ്ട. സ്വസ്ഥായിട്ടിരിക്കെ. പിന്നെ അവനൊരടിയുടെ കുറവുണ്ടായിരുന്നു. അമ്മ എന്തിനാ അങ്ങനൊക്കെ പറയാൻ പോയത്? എങ്ങനെയൊക്കെ പറഞ്ഞു? എന്നോട് എന്തിനാ ഇവിടെ ഇറങ്ങാൻ പറഞ്ഞത്? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? തല്ലി അവളെ തോളത്ത് തട്ടി അഭിനന്ദിക്കണോ? അവൾ ആ ചെയ്തതിലാ എനിക്ക് സങ്കടം. അവളാരാ? അവക്ക് എന്ത് അധികാരം ഉള്ളത്? പോട്ടമ്മേ, അത് വിട്ടുകളാ. അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഞാൻ ആ അടി മറക്കുമെന്ന്? ഓർത്തു വെക്കും എന്നും. അറിയാലോ അമ്മയ്ക്ക്, പാമ്പിന്റെ പകയെ എനിക്ക്. എന്നെ തല്ലിയവരെ ഒന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന്. എടാ, നിത്യ മരിച്ചില്ലേ? ഇനി നീ ആർക്ക് വേണ്ടി എവിടെ നിൽക്കുന്നേ? ഞാൻ വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ പറയണോ? എടാ, അത് നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കുമ്പോഴല്ലേ അമ്മ ഒരു ഹരമുള്ളൂ. നിത്യമരിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിരുന്നോ? എന്നിട്ട് അത് നടന്നില്ലേ? ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്നേ. ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിക്കുന്നത് നടക്കും, നടക്കുമെന്ന് വിചാരിക്കുന്നത് നടക്കത്തുമില്ല. നിത്യം മരിക്കുമെന്ന് ഞാനൊരിക്കലും വിചാരിച്ചില്ല.